ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ 5ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ഇതിൽ നിന്ന് നമ്മളൊരു കപ്പ് വരച്ചിട്ട് അത് ഷെയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഒരു ഓവൽ ഷേപ്പ് വരച്ച് അതിന് താഴത്തേക്ക് സ്ലാൻഡിങ് ലൈൻസ് പോലെ വരച്ച് ഒരു കപ്പിൻ്റെ ഷേപ്പ് വരയ്ക്കുക. അത് നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ അത് നല്ല ലൈറ്റായിട്ട് വരച്ചിട്ട് മാത്രമേ അതിനെ ഇത്തിരി ഡാർക്കിലേക്ക് നമ്മൾ കൊണ്ടുവരുള്ളൂ. ആദ്യം തന്നെ നല്ല ഡാർക്കിൽ വരച്ചിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി, എന്താ പറയുക, നമ്മൾ വരച്ച് കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ഷേപ്പ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വരച്ച് കഴിയുമ്പോൾ ഫിനിഷിങ്ങിൽ അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും മായ്ക്കാനും ഇറേസ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ഇതാണ് ചെയ്യുക. സാധാരണ ആദ്യം ലൈറ്റായിട്ട് വരച്ചതിന് ശേഷം മാത്രം നല്ല ഡാർക്കിലേക്ക് പോവുള്ളൂ. ഇനി നമ്മൾ ഇതിൽ ഷെയ്ഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ഉള്ള പെൻസിൽസ് നമ്മൾ നല്ല ഡെപ്ത് ഉള്ളിടത്ത് കൊടുക്കാനായിട്ട് നല്ല ഡാർക്കുള്ള പെൻസിൽസും ലൈറ്റായിട്ടുള്ളത് ലൈറ്റുള്ളതാ ഒരു HB 2B 4B 6B 8B 10B ആ ഷെയ്ഡിങ് പെൻസിൽസ് നമുക്ക് സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഈ ഓരോ 8 ആ ഒരു നമ്പർ കൂടുന്നതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ ഡാർക്ക്നെസ് കൂടും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 6B 8B ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ അതിൽ ഡെപ്ത് കൂട്ടാനായിട്ട് നമുക്ക് 10B ഒക്കെ യൂസ് ചെയ്യാം. ലാസ്റ്റ് നല്ല ഡാർക്കുള്ളിടത്ത് മാത്രം കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ 10B യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു കപ്പ് വരച്ച് അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് പെൻസിൽ ഷെയ്ഡിങ് പരമാവധി ഇതേപോലെ ആ ഡെപ്തും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇതേപോലെ തന്നെ വരാനായിട്ട് നോക്കുക.